സംസ്ഥാനത്ത് ഭൂമി കേന്ദ്രീകരിച്ചുള്ള മാഫിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിവിധ തലങ്ങളിൽ നിരവധി തവണ ചർച്ച ചെയ്തിട്ടുണ്ട്. ഓരോ രീതിയിൽ ഈ പ്രവണത മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം സ്വന്തം ഭൂമി വ്യാജരേഖ ചമച്ച് മറ്റുള്ളവർ അന്യാധീനപ്പെടുത്തുന്ന അവസ്ഥ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്നു. ഭൂമിയുടെ വില കുതിച്ചുയരുന്തോറും ഭൂമി കേന്ദ്രീകരിച്ചുള്ള മാഫിയ പ്രവർത്തനങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇതിനെ പൂർണ്ണമായും തടയിടാൻ സർക്കാരിന് കഴിയുന്നില്ല? സർക്കാർ സംവിധാനങ്ങൾ ഇന്ന് ഇത് തടയിടാൻ പര്യാപ്തമാണോ? സാധാരണക്കാരന് ഇക്കാര്യത്തിലുള്ള ആശങ്കകൾക്ക് ആരു പരിഹാരം കാണും? നിരവധി വിഷയങ്ങൾ ഇക്കാര്യത്തിൽ ഉയർന്നു വരുന്നുണ്ട്. സമഗ്രമായ ഒരു ചർച്ച ഈ വിഷയത്തെക്കുറിച്ച് നേർക്കുനേർ പ്രതീക്ഷിക്കുകയാണ്. അതേക്കുറിച്ച് വിശദമായി വിലയിരുത്താൻ കഴിയുന്ന അതിഥികൾ തന്നെയാണ് നമുക്ക് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. സംസ്ഥാന റവന്യൂ മന്ത്രി ശ്രീ KP രാജേന്ദ്രൻ, മുൻ ചീഫ് സെക്രട്ടറിയും ദീർഘകാലം വിവിധ വകുപ്പുകൾ സർക്കാരിൽ കൈകാര്യം ചെയ്തിട്ടുള്ള മുതിർന്ന IAS ഉദ്യോഗസ്ഥനുമായ ശ്രീ CP നായർ, മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയും KPC വക്താവുമായ ശ്രീ MM ഹസൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഒപ്പം ഇത്തരത്തിലുള്ള നിരവധിയായ വിഷയങ്ങളിൽ നേരിട്ട് ഭാഗവാക്കാകുകയും അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുകയും ഇതിനുവേണ്ടി വാദിക്കുകയും ഒക്കെ ചെയ്യുന്ന സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നുള്ളവരെ പ്രതിനിധീകരിച്ചുള്ളവർ സദസ്സിലും ഈ ചർച്ചയിൽ പങ്കുചേരുന്നു. ശ്രീ KP രാജേന്ദ്രൻ, താങ്കൾ തന്നെ തുടങ്ങാം. ഒരു സാധാരണക്കാരൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളത് സർക്കാരിൻ്റെ പ്രാഥമികമായ കടമയാണ്. അത് നിറവേറ്റാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ഭരണ സംവിധാനമാണോ നമ്മുടെ? എന്തുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു? നിയമങ്ങളുടെ കുറവൊന്നും ഇവിടെ ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. നിയമങ്ങളുണ്ട്, നിയമവും ചട്ടങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അത് നടപ്പിലാക്കുന്നതിൽ വരുന്ന വീഴ്ചയും അതിനെ സംബന്ധിച്ചുള്ള വേണ്ടത്ര കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാക്കാതെ വരുന്നതും ഒക്കെ ഇതിന് കാരണങ്ങളായിട്ട് വരുന്നുണ്ട് എന്നാണ് എൻ്റെ തോന്നൽ. നമുക്ക് ആദ്യമായി ഒരു ഭൂമിയെ സംബന്ധിക്കുന്ന ഈ ഭൂപരിഷ്കരണ നിയമമൊക്കെ വന്നപ്പോൾ ഉടനെ ഉണ്ടാകേണ്ടതായിരുന്നു ഒരു ലാൻഡ് പോളിസി. ഒരു ഭൂമിയുടെ വിനിയോഗവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, ഭൂമിയുടെ സംരക്ഷണവുമായി, ലാൻഡ് പ്രൊട്ടക്ഷൻ സംബന്ധിച്ച കാര്യത്തിൽ, അതുപോലെ തന്നെ ഭൂമിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ കുറച്ചുകൂടി നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങൾ അത് ചെയ്യുന്നതിൽ കുറച്ച് ചെറിയ വീഴ്ചയല്ല, കുറച്ച് ഗുരുതരമായ വീഴ്ചയും അലംഭാവവും സംഭവിച്ചിട്ടുണ്ട് എന്നതൊരു കാരണമാണ്. മറ്റൊന്ന്, ഇപ്പോൾ വന്നിരിക്കുന്നത് ഭൂമിയുടെ വില കുതിച്ചുയർന്നു, അല്ലെങ്കിൽ വില എത്രയാണെന്ന് ആർക്കും അറിയില്ല. ഭൂമിയുടെ വില എത്രയാണ് ഓരോ പ്രദേശത്തും എന്നത് ആർക്കും പറയാൻ പറ്റാത്ത വിധത്തിൽ ഭൂമിയുടെ വില വർദ്ധിപ്പിക്കുകയാണ്. ഭൂമിയുടെ വില നിശ്ചയിക്കുകയാണ് ചില കേന്ദ്രങ്ങൾ. പല വിധത്തിലുള്ള നിയമവിരുദ്ധമായ നടപടികളിലൂടെ ഭൂമി ഇതിങ്ങനെ കൈയടക്കാനുള്ള ശക്തമായ ചില നടപടികൾ, ഇപ്പോൾ ഭൂമി മാഫിയ പറഞ്ഞു, ഭൂമിയുടെ പലതരത്തിലുള്ള സംഘടിതമാണ് ആ ശ്രമങ്ങൾ. അതും കേരളത്തിൽ ഇന്ന് ശക്തിപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായും രജിസ്ട്രേഷൻ, റവന്യൂ, അതേപോലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, ഇവയുടെ ഒരു കൃത്യമായ മേൽനോട്ടം ഈ കാര്യങ്ങളിലുണ്ടെങ്കിൽ ഏതാണ്ട് 90% ഇത്തരം പ്രവണതകൾ ഉണ്ടാവില്ല. പരോക്ഷമായിട്ടെങ്കിലും അത്തരത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നാണെങ്കിലും അതൊരു സർക്കാരിൻ്റെ വീഴ്ചയല്ലേ? അതെങ്ങനെ റെക്ടിഫൈ ചെയ്ത് മുമ്പോട്ട് പോകും? ഭൂമി വാങ്ങുമ്പോൾ, രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്യുമ്പോൾ, ഭൂമി വാങ്ങുന്ന ആളും ഭൂമി വിൽക്കുന്ന ആളും അതിനകത്ത് ഒരു സത്യവാങ്മൂലം കൊടുത്ത് അവിടെ ഒരു ഡിക്ലറേഷൻ കൊടുക്കണം. ഇപ്പോൾ പല രജിസ്റ്റർ ഓഫീസുകളിൽ അന്വേഷിച്ചാൽ അത് ഉണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും അത് നിഷ്കർഷിക്കുന്നുണ്ടോ? ഈ വാങ്ങുന്ന ആളും വിൽക്കുന്ന ആൾ അതിനെ സംബന്ധിച്ച് ബോധവാന്മാരാണോ? 2, ഒരു ഭൂമിയുടെ വിൽപ്പന നടന്നു കഴിഞ്ഞാൽ, ആധാരം ചെയ്തു കഴിഞ്ഞാൽ, അത് റവന്യൂ രേഖകളനുസരിച്ച് റവന്യൂ റെക്കോർഡ്സിൽ അത് അവരുടെ പേരിലേക്ക് മാറ്റിയ പോക്കുവരവ് ചെയ്യുക എന്നത് നമ്മുടെ സംസ്ഥാനത്ത് ചില പ്രദേശങ്ങളിൽ ഇപ്പോഴും അറിയില്ല. അങ്ങനെ ഒരു സമ്പ്രദായം പോലും ഇല്ല. മറ്റൊന്ന്, ഭൂമിയുടെ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ, ഭൂമി വിൽപ്പന നടത്തുമ്പോൾ ഇപ്പോൾ ഫോട്ടോ പതിക്കണം, ഒരുപാട് പുതിയ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നു. പക്ഷേ ഭൂമിയുടെ രജിസ്ട്രേഷൻ പോലും നടത്തുന്നില്ല. ഭൂമിയുടെ കൈമാറ്റത്തിൻ്റെ എന്തെങ്കിലും നിയമപരമായ രേഖകളില്ല. പക്ഷേ ഭൂമിയൊക്കെ മറ്റു പലരും പല രീതിയിൽ ഉപയോഗപ്പെടുത്തും. ഇതൊക്കെ സംഭവിക്കുമ്പോൾ കുറച്ചുകൂടി ജനങ്ങൾ ഇതിനെക്കുറിച്ച് നല്ലവണ്ണം കാര്യങ്ങൾ മനസ്സിലാക്കണം. ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചകളുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിൽ വരുന്ന പോരായ്മകളും അപര്യാപ്തകളുണ്ട്. പക്ഷെ കുറച്ചുകൂടി ഭൂമിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായതുകൊണ്ട് എല്ലാവരും അതിനെക്കുറിച്ചുള്ളൊരു ധാരണയും ഒരു അറിവും വ്യക്തതയൊക്കെ ഉണ്ടാകുന്നതും ആവശ്യമാണെന്നൊരു തോന്നൽ കൂടി ഇപ്പോൾ ശക്തിപ്പെട്ടിരിക്കുകയാണ്. ഞാൻ തിരിച്ചു വരാം. ശ്രീ MM ഹസൻ, ഇവിടെ ഭൂമി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു മത്സരം, ഊഹക്കച്ചവടം, വില വർദ്ധിപ്പിക്കുക, അതിന് അനുബന്ധമായിട്ട് നടക്കുന്ന മാഫിയ പ്രവർത്തനങ്ങൾ, പലപ്പോഴും ഉദ്യോഗസ്ഥരും ഇത്തരം ഇടനിലക്കാരും തമ്മിലുള്ള ഒരു നെക്സസ്, എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഇതിൻ്റെ ഒരു ഭരണകൂടത്തിനോ അല്ലെങ്കിൽ ഒരു സർക്കാരിനോ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന അവസ്ഥയാണോ ഇന്നുള്ളത്? ഭൂമി കച്ചവടത്തിൽ നടക്കുന്ന ഒരുപാട് അനഭിലഷണീയമായ പ്രവണതകളുണ്ട്.
അതിന് വളരെ ശക്തമായ നടപടികൾ ആവശ്യമാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി, റവന്യൂ മന്ത്രി ഇവിടെ പറഞ്ഞു ജനങ്ങൾ ബോധവാന്മാരാകണം. ശരിയാണ്, ജനങ്ങൾ ബോധവാന്മാരാകണം. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങളിൽ ജനങ്ങൾ ബോധവാന്മാരായാൽ മാത്രം പോരാ, സർക്കാരിൻ്റെ നിയമങ്ങൾ അപര്യാപ്തമാണ്. അത് നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥന്മാരിൽ ഒരു വിഭാഗം ആളുകൾ വളരെ വലിയ അഴിമതിക്കാരാണ്. കാരണം ഈ വ്യാജരേഖ ചമയ്ക്കുക എന്നൊക്കെ, പ്രമാണം ചമയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരാളിന് സ്വതന്ത്രമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇപ്പോൾ താങ്കൾ ചോദിച്ചല്ലോ, റവന്യൂ വകുപ്പും രജിസ്ട്രേഷൻ വകുപ്പും ഒരുമിച്ച് പോകേണ്ട 2 വകുപ്പുകളാണ്. ഇവിടെ അദ്ദേഹം പറഞ്ഞല്ലോ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളെല്ലാം പര്യാപ്തമാണ്. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഭൂമി സംബന്ധമായ റെക്കോർഡ് വില്ലേജ് ഓഫീസിലുണ്ടോ? അത് നോക്കിയിട്ടാണോ ഈ രജിസ്ട്രേഷൻ കൊടുക്കുന്നത്? അല്ല, ഇപ്പം ഇന്നത്തെ പത്രത്തിൽ വന്നിട്ടുണ്ട് 42 കൊല്ലം കഴിഞ്ഞു റീസർവേ പൂർത്തിയാക്കുമെന്ന് തുടങ്ങിയിട്ട്. ഇപ്പം നമ്മുടെ ശ്രീ രാജേന്ദ്രനും പറഞ്ഞിട്ടുണ്ട് 3 കൊല്ലം. രാജേന്ദ്രനല്ല, ഇനി അതിനപ്പുറമുള്ള ആൾ വന്നാലും ഈ റീസർവേ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അത്ര വലിയ സമ്മർദ്ദങ്ങൾ, അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയല്ല. ഇവിടെ റീസർവേ പൂർത്തിയാക്കാതെ എങ്ങനെയാണ് ലാൻഡ് സംബന്ധിച്ച ശരിക്കുള്ള മാപ്പ്? അതല്ല ഞാൻ പറയുന്നത്, ഇപ്പോൾ ഈ നിയമം ഉള്ളതുകൊണ്ട് കാര്യമില്ല. ഈ ഗവൺമെൻറ് ഇദ്ദേഹം വന്നതിന് ശേഷം കർണാടകത്തിലുള്ള സിസ്റ്റം വളരെ ഇഫക്റ്റീവാണ്. ഈ ഇത്തരത്തിലുള്ള വ്യാജ പ്രമാണങ്ങൾ ചമയ്ക്കുന്നതിന് തടയുന്നതാണെന്ന് കണ്ട് ഇദ്ദേഹം തന്നെ ഉദ്യോഗസ്ഥന്മാരെ അയച്ചു. ആ ഉദ്യോഗസ്ഥന്മാർ പോയി, സർവേ ഉദ്യോഗസ്ഥന്മാർ പഠിച്ച് റിപ്പോർട്ട് കൊടുത്തു. 1 കൊല്ലമായിട്ടൊരു നടപടി ഉണ്ടായിട്ടില്ല. ഗവൺമെൻറ്റിന് ഇക്കാര്യത്തിൽ ഒരു ഇച്ഛാശക്തി വേണം. കാരണം ഇവിടെ വ്യാപകമായി ഈ തട്ടിപ്പ് വർദ്ധിച്ചു വരികയാണ്. റവന്യൂ വില്ലേജ് ഉദ്യോഗസ്ഥന്മാരും രജിസ്ട്രേഷൻ ഉദ്യോഗസ്ഥന്മാരും അറിയാതെ ഇതിൽ തട്ടിപ്പ് നടക്കില്ല. അതിനകത്ത് ഭയങ്കരമായി അഴിമതിക്കാരായ പല ആളുകളുണ്ട്. അവരെ കർശനമായി ശിക്ഷിക്കാൻ രാഷ്ട്രീയ ഭേദമന്യേ ഏത് ഗവൺമെൻറ് വന്നാലും അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു നിസ്സഹായ. തീർച്ചയായും LCCP നായർ, വളരെ ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങളാണ് സമീപ ദിവസങ്ങളിൽ പുറത്തു വരുന്നത്. അതായത് ഒരു മുന്നാധാരം അല്ലെങ്കിൽ ആധാരത്തിന്റെ പകർപ്പ് വ്യാജമായി എടുക്കുക, അല്ലെങ്കിൽ ബാധ്യതാ സർട്ടിഫിക്കറ്റ്, ഭൂമിക്ക് മേൽ ബാധ്യതയില്ല എന്ന് വളരെ നിഷ്പ്രയാസം എഴുതി കൊടുക്കുക, റവന്യൂ രേഖകൾ തണ്ടപ്പേര് തിരുത്തി കൊടുക്കുക, പേരിൽ കൂട്ടിയ രേഖകൾ കൃത്രിമമായി ഈ സർട്ടിഫിക്കറ്റ് നൽകുക. ഇതൊക്കെ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് ഏറിയാൽ ഒരു സസ്പെൻഷൻ അല്ലെങ്കിൽ തൽക്കാലത്തേക്കുള്ള ഒരു സിവിൽ കേസ് മാത്രം, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി മാത്രം, അത്തരത്തിലുള്ള ഒരു ഭയമില്ലായ്മ കൂടുതൽ ആൾക്കാരെ ഇതിലേക്ക് പ്രേരിപ്പിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇത്ര വ്യാപകമായിട്ട് ഈ അഴിമതി നടക്കേണ്ട കാര്യം എന്താണ്? ഇത് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ നിയമത്തിൽ വലിയ പഴുതുകളൊന്നുമില്ല. ശ്രീ ഹസന് സൂചിപ്പിച്ചു, അഫിഡവിറ്റ് കൊടുക്കണം, വാങ്ങിക്കുന്നയാളുടെയും വിൽക്കുന്നയാളുടെയും ഫോട്ടോ പതിക്കണം, ആ ഫോട്ടോ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം. അപ്പോൾ നിയമത്തിൽ വലിയ പഴുത് പണ്ടുണ്ടായിരുന്ന പോലെയുള്ള വലിയ പഴുതുകളൊന്നുമില്ല. ദുബായിൽ വള്ളക്കാലം ജീവിക്കുന്ന ഒരു വല്യമ്മയുടെ പേരിൽ ഇവിടെ ആധാരം നടത്തുന്നു. ഇത് അദ്ദേഹം പറഞ്ഞ പോലെ, ശ്രീ ഹസൻ പറഞ്ഞ പോലെ, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ജീവനക്കാരുടെയും രജിസ്ട്രേഷൻ ജീവനക്കാരുടെയും തദ്ദേശ സ്വയംഭരണ ജീവനക്കാരുടെയും പരിപൂർണമായ അറിവോടും അനുഭവത്തോടും കൂടി എല്ലാം നടക്കുകയില്ല. നമ്മുടെ ഭരണഘടനയിൽ 311 എന്നൊരു വകുപ്പുണ്ട്. ഗവൺമെൻറ് വേണമെങ്കിൽ അന്വേഷണം പോലും നടത്താതെ, നിയമപരമായ നടപടികളിലേക്കൊന്നും കടക്കാതെ പൊതു താല്പര്യമുണ്ടെന്ന് കണ്ടാൽ ഏത് ഉദ്യോഗസ്ഥനെയും പിരിച്ചുവിടാനുള്ള ഒരു വകുപ്പാണിത്. ശ്രീ രാജീവ് ഗാന്ധി ചാരവൃത്തി നടത്തിയ IG റാങ്കിലുള്ള ഒരു IPS ഓഫീസറെ പിരിച്ചുവിട്ട കഥ എനിക്കറിയാം. സംസ്ഥാന തലത്തിലാണെങ്കിൽ പട്ടികജാതിക്കാരനാണെന്ന് പറഞ്ഞ് സർക്കാരിനെ കബളിപ്പിച്ച 2 ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. ഗവർണറുടെ അനുവാദം മതി. അതുപോലെ എനിക്കൊരു വളരെ വിനീതമായൊരു ഉദ്ദേശമുള്ളത്, ഇങ്ങനെയുള്ളൊരു 4-5 കേസുകളിൽ ഡിസ്മിസൽ. സുരേഷ് പറഞ്ഞതിനോട് പൂർണ്ണമായി യോജിക്കും. സസ്പെൻഷൻ ഒരു പണിഷ്മെൻ്റ് ഒന്നുമല്ല, ആർക്കും ഭയമില്ലാതായിട്ടുണ്ട്. മന്ത്രിയെ ചെന്ന് ഉപദ്രവിക്കുക, അദ്ദേഹം ഓഫീസിൽ ചെന്ന് ശല്യം ചെയ്യുക, പിരിച്ചുവിടുക. ഒരു സംഘടനയും വരികയില്ല എന്ന് ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഉറപ്പ് തരുന്നു. ഇത്രയും വൃത്തികേട് കാണിച്ചിട്ട് ഇത്രയും ഹീനമായി ഒരു മനുഷ്യനെ ദ്രോഹിച്ച ഒരാളിനെ സാർ തിരിച്ചെടുക്കണം എന്ന് പറയാൻ ഒരു സംഘടനയും വരികയില്ല. അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു കോടതിയും വരികയില്ല. ഞാനീ പറഞ്ഞ കേസിൽ സുപ്രീം കോടതി വരെ കേസ് നടന്നു. പ്രസിഡൻറ്റിൻ്റെ പ്ലഷറാണ് ഒരാളെ ഡിസ്മിസ് ചെയ്യാന്ന് പറയുന്നത്, ആർട്ടിക്കിൾ 311. ഒരു കോടതി ഇടപെടില്ല. അങ്ങനെ പറയും, സാർ നിയമം പഴുതെറ്റതാണ്, നിയമത്തിൽ ഒരു കുഴപ്പമില്ല, ആ നിയമം കർശനമായി വിട്ടുവീഴ്ചയില്ലാതെ എൻഫോഴ്സ് ചെയ്യാനുള്ള ഉദ്യോഗസ്ഥന്മാർ, അദ്ദേഹം വളരെ മാന്യമായിട്ട് ഒരു വിഭാഗം എന്ന് പറഞ്ഞു 90% എന്ന് ഞാൻ പറയുന്നു, എൻ്റെ അറിവോട് പറയുകയാണ്, 90% കറപ്റ്റാണ്. ആ കറപ്ഷൻ എങ്ങനെ വളർന്നു? യാതൊന്നും സംഭവിക്കില്ല. കേരളത്തിലെ സാധാരണക്കാരായ ഇടത്തരക്കാരായ ആളുകൾ ഇപ്പം രാവിലെ ഉറക്കമൊഴിക്കുന്നത് അവൻ്റെ കിടപ്പാടവും വല്ലവൻ വായ്പ എടുത്ത് ഇവിടെ ജപ്തി ചെയ്ത് പോകുമോ എന്നുള്ള ഭയപ്പാടോട് കൂടിയാണ്. ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയെ ശ്രദ്ധപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഈ 1 മാസത്തിൽ 2 മാസം മുമ്പ് തന്നെ ഊരൂട്ടമ്പലത്ത് വ്യാജ പ്രമാണം നടത്തി അറിഞ്ഞില്ല സ്ത്രീ ഇപ്പോഴും കരഞ്ഞോണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ശക്തമായ നടപടി എടുത്തില്ല. ചെറുവയ്ക്കൽ ഇങ്ങനൊരു വ്യാജ പ്രമാണം നടന്ന് അതും ആ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പരീക്ഷണം നടത്തി, അതിനും ഗവൺമെൻറ് ശക്തമായി എടുത്തില്ല. ഏറ്റവും അവസാനം ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ആറ്റിങ്ങൽ ഒരു സ്ത്രീയും അമ്മയും മകളും മാത്രം ഉള്ളിടത്തത് 10 സെൻറ്റ് സ്ഥലം 30 കോടിയോളം രൂപയ്ക്ക് വില വരുന്ന വസ്തു
പ്രമാണം രജിസ്റ്റർ ചെയ്ത് ഉടൻ തന്നെ പിന്നെ വില്ലേജ് ഓഫീസിൽ പോയി പോക്കൊരു ചെയ്തു. വില്ലേജ് ഓഫീസിൽ പോക്കൊരു നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ആൾക്കാർ വില്ലേജ് ഓഫീസിൽ അപേക്ഷ കൊടുത്താൽ മിനിമം 10 ദിവസം പോക്കൊരു ടൈം എടുക്കും. വില്ലേജ് ഓഫീസർ വാങ്ങി താലൂക്ക് ഓഫീസിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്ത് അന്ന് സീനിയാരിറ്റി ലിസ്റ്റ് തയ്യാറാക്കി പോക്കൊരു രജിസ്റ്റർ തരും. പക്ഷേ ഭൂമാഫിയ സംഘം കൊണ്ട് കൊടുത്ത മണിക്കൂറുകൾക്കകം പോക്കൊരു ചെയ്ത് കൈ കൊടുക്കുന്നു. അത് ഇടപെട്ടുകൊണ്ട് ചോദിക്കട്ടെ, സർക്കാർ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഇടപെട്ടില്ല എന്ന് പറഞ്ഞു. ഒരു ഡീല് നടന്നു കഴിഞ്ഞാൽ ഈ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യാനുള്ള അധികാരം സർക്കാരിനുണ്ടോ? അത് കോടതി തീരുമാനിക്കുന്നതുവരെ അനന്തമായി നീണ്ടുപോകുന്ന ഒരു ഗവൺമെന്റ് നേരത്തെ എല്ലായിടത്തും ഗവൺമെന്റ് ചെന്ന് ഇപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റില്ല. കേരളത്തിലെ ആയിരക്കണക്കിന് സബ് രജിസ്ട്രാർ ഓഫീസിൽ മിനിസ്റ്റർക്ക് പോയി നോക്കാൻ കഴിയില്ല. ആദ്യമായി കിട്ടുന്ന കുറ്റങ്ങളിടയിൽ ഗവൺമെന്റ് പിരിച്ചുവിടൽ ഉൾപ്പെടെ അതിലെ ജയിലിൽ അടയ്ക്കുന്നവരെ നടപടികൾ ഒന്നും ഗവൺമെന്റ് ശക്തമായി സ്വീകരിക്കാമെങ്കിൽ ഇതിന് ഒരു പരിധി വരെ, അല്ലാതെ മുഴുവൻ ആളുകളെയും ബോധവൽക്കരിച്ചതിന് ശേഷം കേരളത്തിലെ 2.5 കോടിയുള്ള ജനങ്ങളെല്ലാം ബോധന്മാരാക്കിയിട്ട് ഈ മാഫിയ അമർച്ച ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വലിയ അപകടകരമായ ഒരു വ്യാജരേഖ ചമച്ച ഒരു രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു വ്യാജ പ്രമാണം നടന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ രജിസ്ട്രേഷൻ വകുപ്പുകൾക്ക് അത് തിരുത്താനും യഥാർത്ഥത്തിൽ ആ ഭൂമിയുടെ ഉടമസ്ഥനായ ആളിന് ഈ ഭൂമി സ്വന്തമായി കൊടുക്കാനുള്ള എന്ത് നടപടിയാണ് എന്നുള്ളത്, അതിനുള്ള പോരായ്മകൾ എന്തൊക്കെയാണ്? ഞാൻ മിനിസ്റ്ററായിട്ട് വന്ന ഒരു 3-ാമത്തെയോ 4-ാമത്തെയോ മാസം ഒരു പരാതി, ഒരു ഗൾഫിൽ നിന്ന് ഒരു കത്തെനിക്ക് വന്നു. നമ്മുടെ സാധാരണ വില്ലേജ് ഓഫീസ് വേറെ ഫീസുകളൊന്നും അറിയില്ല. ഈ പോക്കുവരവിനൊരു 10 രൂപയുടെ ഫീസും ഉണ്ട്. എത്ര വലിയ പ്രമാണമാണെങ്കിലും 1 ലക്ഷം രൂപ കൊടുത്തു. ഇതിനകത്ത് ഗൾഫിൽ നിന്ന് അയച്ചാണെങ്കിലും അഡ്രസ്സും പേരൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾക്കതൊരു അന്വേഷിക്കണമെന്ന് തോന്നി. ആ എഴുത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് അതിൽ നിന്നുള്ള അന്വേഷണത്തിൽ നിന്നാണ് തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് മാത്രം, അല്ലെങ്കിൽ ഈ താലൂക്കിൻ്റെ ഉള്ളിൽ നിന്ന് 42 റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങളൊരു 4-5 മാസം എടുത്ത് അതിൻ്റെ ആ അന്വേഷണം തുടങ്ങിയതിനെ തുടർന്ന് ഈ സിറ്റിയിലെ പല വില്ലേജുകളിൽ നിന്നുമായി ഒരുപാട് കേസുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഉദ്യോഗസ്ഥന്മാരെ പേരിൽ നടപടിയെടുത്തു. ഇവിടെ CP നായർ സാർ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളൊരു വളരെ കർശനമായ, അത് നിയമം വരുമ്പോൾ അതിനെക്കുറിച്ച് വിമർശിക്കാനും ആളുണ്ടാവും, പക്ഷെ വളരെ കർശനമായ വ്യവസ്ഥകളോടുകൂടി ജയിൽ ശിക്ഷ ഉൾപ്പെടെ പിരിച്ചുവിടൽ മാത്രമല്ല, ഒരു ക്രിമിനൽ കേസ് പോലും അവരെ പേരിലെടുത്ത് ഭൂമി തിരിച്ച് ഉടമയ്ക്ക് കിട്ടുകയും വേണം. ഇതിന് കൂട്ടുനിന്ന എല്ലാവരും, ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, ഏത് തലങ്ങളിൽ ആരൊക്കെ ഇതിന് കൂട്ടുനിന്നെങ്കിൽ അവരുടെ പേരിൽ ഉൾപ്പെടെ ക്രിമിനൽ കേസ് ഉൾപ്പെടെ എടുത്ത് ജയിലിൽ അടയ്ക്കുന്ന ഉൾപ്പെടെ വ്യവസ്ഥ. അങ്ങനെ വരുമ്പോൾ പിരിച്ചുവിടലൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുമല്ലോ. അതോടൊപ്പം അതൊക്കെ ചെയ്യാൻ കഴിയണമെങ്കിൽ ഈ അസസ് ചൂണ്ടിക്കാണിച്ച സർവേ, റീസർവേ, അത് തൈക്കാട് വില്ലേജിൽ ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് ഈ വില്ലേജിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി 5 മാസം എടുത്തു. 100-100ഓളം സർവേ ഉദ്യോഗസ്ഥന്മാർ, റവന്യൂ ഉദ്യോഗസ്ഥന്മാർ നടപ്പാക്കി. 18,000 പേരുടെ എല്ലാ രേഖകളും നമ്മൾ ഡിജിറ്റലൈസ് ചെയ്ത് പ്രസിദ്ധീകരിച്ചു. അതുകൊണ്ട് 3 വർഷം എന്നുള്ളത് ഞങ്ങളൊരു ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഈ ഭൂമിയുടെ രജിസ്ട്രേഷൻ നടക്കുന്ന സമയത്ത് തീർച്ചയായും രജിസ്ട്രേഷൻ ഉദ്യോഗസ്ഥരാണ് ഈ വരുന്ന ആധാരം അല്ലെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള രേഖകൾ വ്യാജമാണോ അതോ യഥാർത്ഥമാണോ, ഈ വരുന്ന ആൾക്കാരുടെ ഐഡന്റിറ്റി, ഇപ്പോൾ ഫോട്ടോ പതിക്കണം, അതേപോലെ തിരിച്ചറിയൽ കാർഡെല്ലാം ഉണ്ട്. പക്ഷേ അവസാനം വരുന്ന ചിത്രം വ്യാജ തിരിച്ചറിയൽ കാർഡ് വെച്ച് ഇപ്പോഴും ആധാരങ്ങൾ നടത്താനുള്ള ശ്രമം നടത്തുന്നു. 2, രജിസ്ട്രേഷൻ ഉദ്യോഗസ്ഥർ പ്രധാനമായിട്ടും പറയുന്നത് ആൾമാറാട്ടമോ വ്യാജരേഖയോ ചമയ്ക്കലോ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പോലീസ് അന്വേഷിക്കണം, വരുന്ന രേഖകളുടെ വിശ്വസ്തത അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ മാത്രമേ തങ്ങൾക്ക് കഴിയൂ എന്നുള്ളതാണ്. അതായത് പ്രാഥമിക തലത്തിൽ തന്നെ ഇപ്പോഴും ഒരു വലിയ വിടവ് കിടക്കുകയല്ല. എങ്ങനെ നികത്താനും തിരുത്താനും പറ്റും? ഒരു പ്രയാസമില്ല. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മുമ്പിൽ വളരെ വിനയപൂർവ്വം ഒരു നിർദ്ദേശം വെക്കുകയാണ്. സാർ, ഈ വിൽക്കുന്നയാളിനെയും വാങ്ങുന്നയാളിനെയും വില്ലേജ് ഓഫീസറും പഞ്ചായത്ത് സെക്രട്ടറിയും ഐഡൻറ്റിഫൈ ചെയ്യണം എന്നൊരു അങ്ങനെ നിയമമൊന്നും കൊണ്ടുവരണ്ട. അങ്ങോട്ട് എക്സിക്യൂട്ടീവ് ഓർഡർ ചെയ്താൽ മതി. അപ്പോൾ ഉത്തരവാദിത്വം ഒരു സബ് രജിസ്ട്രാർ ഓഫീസിലെ സബ് രജിസ്ട്രാറോ അല്ലെങ്കിൽ ക്ലാർക്കോ മാത്രമല്ല. വില്ലേജ് ഓഫീസർ വരുന്നു, പഞ്ചായത്ത് സെക്രട്ടറി വരുന്നു, അല്ലെങ്കിൽ കോർപ്പറേഷൻ സെക്രട്ടറി വരുന്നു. അവർ ഐഡൻറ്റിഫൈ ചെയ്യണം. അവർ ഐഡൻറ്റിഫൈ ചെയ്യാത്ത പക്ഷം രേഖ രജിസ്റ്റർ ചെയ്യുന്നതല്ല എന്നൊരു സ്റ്റാൻഡ് എടുത്താൽ മതി. പിന്നെ സുരേഷ് ഒരു വലിയ ചോദ്യം ചോദിച്ചു. അതിൻ്റെ ഉത്തരം ഭീകരമാണ്. തെറ്റായ ഒരു ഇങ്ങനെ ഒരു രേഖ രജിസ്റ്റർ ചെയ്ത് എന്ത് ചെയ്യും? സിവിൽ കോടതിയെ ശരണം പ്രാപിക്കുന്ന നിവൃത്തിയുള്ളൂ. അത് ഈ ഇതിലെ വിക്റ്റിമായ ആളിൻ്റെ മകൻ്റെ കാലത്തായിരിക്കും അന്തിമമായി തീരുമാനമെന്ന് നമുക്കറിയാം. സിവിൽ കോഴ്സിന് അത് നശിക്കാൻ വേറെ ഒന്നും വേണ്ട. അപ്പോൾ അത് അതിഭയങ്കരമായത്, ഞാനീ പറഞ്ഞത് അതിഭയങ്കരമായ ദ്രോഹമാണ് ഒരു മനുഷ്യനോട് ചെയ്യുന്നത്. ഞങ്ങൾ കടകംപള്ളി വില്ലേജിലെ ഒരു 44 ഏക്കർ സ്ഥലം വ്യാജ പ്രമാണം ചെയ്യിച്ച് തണ്ടപ്പേര് മാറ്റി കള്ളമായിട്ട് കരം തീർത്ത് എല്ലാം എടുത്തു. ഞങ്ങളൊരു പരാതി റവന്യൂ മിനിസ്റ്റർ ഓഫീസിൽ കൊടുത്തു. നേരിട്ടത് കളക്ടർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കളക്ടർ എൻക്വയറി ചെയ്ത് റിപ്പോർട്ടും തന്നു. തെറ്റായിട്ടാണ് ചെയ്തതെന്ന്. അതിൻ്റെ റിപ്പോർട്ട് വേണമെങ്കിൽ നോക്കാം. അപ്പോൾ എന്നിട്ട് RDO അടുത്തൊരു ഞങ്ങൾ എഴുതി കൊടുത്തു, ഇത് ക്യാൻസൽ ചെയ്ത് തരണമെന്ന്. പക്ഷേ RDO അതിങ്ങനെ ഒരുപാട് കാലതാമസം വരുത്തി അത് നടന്നില്ല കാര്യം.
കാര്യം ഇപ്പോഴും കിടക്കണം. അതിൽ വില്ലേജ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തെങ്കിലും 1.5 കൊല്ലം ആയിപ്പോൾ ഇത്. വില്ലേജ് ഓഫീസർ സസ്പെൻഡ് ചെയ്തെങ്കിലും 6 മാസം കഴിഞ്ഞപ്പോൾ അങ്ങനെ തിരിച്ച് കയറ്റി. പക്ഷെ ഞങ്ങളിപ്പോഴും ഇതിൻ്റെ പിറകെ കോടതിയും കേസുമായിട്ട് നടക്കുകയാണ്. നാച്ചുറലി ദേ വുഡ് ഹാവ് കം ബാക്ക് ടു ദ സീറ്റ് ഓൺലി ബൈ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്. അപ്പോൾ പിന്നെ ഇപ്പോൾ താങ്കൾ പറഞ്ഞത് അത്ര ശരിയല്ല. അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സമ്മർദ്ദം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ? അതിന് ഗവൺമെന്റ് വഴങ്ങേണ്ടി വരുന്നുണ്ടോ? ഈ സസ്പെൻഷൻ ഒരു വലിയ ശിക്ഷ എല്ലാ കാര്യം പറഞ്ഞാലും ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് ചെയ്യാവുന്നത് പ്രഥമദൃഷ്ടിയ ഉടനെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. അതിഭീമമായ തരത്തിൽ നമുക്ക് കേട്ടാൽ വിശ്വസിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള ഇടപാടുകൾ അതിന് ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിന്നത് രജിസ്റ്റർ ഓഫീസിലായാലും വില്ലേജ് ഓഫീസിലായാലും പല തലങ്ങളിൽ അവർക്കുള്ള സ്വാധീനങ്ങൾ, ഇതൊക്കെ വ്യക്തമാകുന്ന പല വിവരങ്ങളും പുറത്ത് കുറച്ച് വന്നിട്ടുണ്ട്, ഇനിയും വരാനിരിക്കുകയാണ്. ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഒരു ദാക്ഷിണ്യം ഉണ്ടാവില്ല എന്ന് ഞാൻ ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് നിയമമൊക്കെ ശക്തമാണെങ്കിലും നിയമം നല്ലവണ്ണം ഉണ്ട് എന്ന് പറയുമ്പോഴും ഇതിൽ ശിക്ഷ ഉറപ്പാക്കുന്ന വിധത്തിൽ ഞങ്ങൾക്കിപ്പോൾ പോക്കുവരവ് റദ്ദാക്കാൻ പറ്റും. പോക്കുവരവ് റദ്ദാക്കിയാലും രജിസ്ട്രേഷൻ നടന്ന ഭൂമി അവരുടെ കയ്യിലിരിക്കുകയല്ലേ. അതുകൊണ്ടൊരു ജയിൽ ശിക്ഷ ഉൾപ്പെടെ കുറച്ചുകൂടി കർശനമായി നമുക്ക് ഇടപെടാൻ കഴിയുന്ന വിധത്തിൽ ചില നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ഈ റവന്യൂ രജിസ്ട്രേഷൻ ഉദ്യോഗസ്ഥ തലത്തിൽ ഇത്തരം മാഫിയകൾക്കുള്ള ഒരു നെക്സസ് വളരെ താഴെ തലത്തിൽ മാത്രമാണോ? അതിനപ്പുറത്തേക്കുള്ള ഒരു വലിയ പിടി ഈ ഡിപ്പാർട്ട്മെന്റുകളിൽ ഉണ്ടായിട്ടുണ്ടോ? രജിസ്ട്രേഷൻ വകുപ്പിനകത്ത് ഈ കുറ്റം ചെയ്ത ഒരു ഉദ്യോഗസ്ഥന് പ്രമോഷൻ കൊടുത്തിരിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ പേര് സഹിതം. എന്താ പറഞ്ഞാൽ ഞാൻ പ്രതിപക്ഷത്തുള്ള ആളായതുകൊണ്ട് പറഞ്ഞ രാഷ്ട്രീയമാവും. ഏത് ഗവൺമെൻറ് കാലത്തും അവർ മന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഈ നെക്സസിന് സഹായിക്കാൻ ആളുകൾ ഉണ്ടെന്നാണ് പത്രവാർത്ത വന്നത്. ശരിയോ തെറ്റോ എന്ന് അന്വേഷിക്കണം. ഞാൻ പറയുന്നത് ഇവിടെ CP നായർ സാർ ഒരു കാര്യം പറഞ്ഞു. ഈ ഭൂമി ക്രയവിക്രയം നടത്തുന്ന സമയത്ത് വാങ്ങിക്കുന്നയാൾ വിൽക്കുന്നയാൾ അവരുടെ ഫോട്ടോ, അവരുടെ രണ്ടുപേരുടെയും നേരിട്ട് അവർ ഹാജരാകുന്നു. അവരുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന വോട്ടർ പട്ടിക അത് പരിശോധിക്കുന്നു, മേൽവിലാസം പരിശോധിക്കുന്നു. ഇതെല്ലാം പരിശോധിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പ്രതിനിധിയും പരിശോധിച്ച ശേഷം മാത്രമാണ് അവർക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അത് ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ പലയിടത്തും അത് ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് സത്യം. അപ്പോൾ ഒരു കോർഡിനേഷൻ ഇല്ലാതെ ഇത് നടക്കുന്ന പ്രശ്നമില്ല. ഇത് സസ്പെൻഷനും മറ്റു കാര്യങ്ങളും നടത്തിയതുകൊണ്ടായില്ല. ഒരു സ്കെയർ ഈ കാര്യത്തിൽ ഉണ്ടാക്കാൻ പരാതി വന്നാൽ ഉടനെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അവരെ അറസ്റ്റ് ചെയ്യും. മീഡിയയിൽ അവരെ കയ്യാമം വെച്ച് കൊണ്ടുപോകുന്ന ചിത്രം പത്രത്തിൽ വരും, മാധ്യമങ്ങളിൽ വരണം. കാരണം സമൂഹത്തിൽ അവർക്ക് നാളെ ഇറങ്ങി നടക്കാൻ പറ്റാത്ത വണ്ണം ഒരു സ്കെയർ ഉണ്ടാക്കണം. എന്നിട്ട് വേണം മറ്റു നടപടികളുണ്ടാകാൻ. ഇനി നമുക്ക് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സംഘടനയോ വോട്ടുകളെയോ ഒക്കെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഭയക്കാൻ പോയാൽ ജനങ്ങൾ നമുക്കെതിരായി തിരിയുന്ന ഒരു ഘട്ടത്തിലേക്ക് ഒരാൾക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരിധി അതിനകത്ത് പറയണം. എത്ര വിറ്റു, ഇനി എത്ര കൈവശമുണ്ട്, ആ ഭൂമി എങ്ങനെ കിട്ടി എന്നുള്ള സത്യവാങ്മൂലത്തിനോടൊപ്പം ഇങ്ങനെ കൊടുക്കേണ്ടി വന്ന അവസരത്തിൽ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഭൂമാഫിയ എന്നുള്ള വിഷയത്തിൽ അഥവാ വരുന്ന ആ കറുത്ത ശക്തികൾ, ശ്രീ സുരേഷ് പറഞ്ഞതുപോലെ അവരിപ്പോൾ അവരുടെ താവളം മാറ്റിയിരിക്കുന്നു. പുതിയൊരു പദ്ധതി നമ്മുടെ ഗവൺമെൻറ് പ്രഖ്യാപിക്കുകയാണ്. അത്തരത്തിലൊരു വികസന പദ്ധതി ഇവിടെ രൂപീകരിക്കുമ്പോൾ തന്നെ ഉന്നതോദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ആ പദ്ധതി ചോരുന്നു. വിദേശത്ത് നിന്ന് 100 കണക്കിന് കോടി രൂപ, 1000 കോടി രൂപ കേരളത്തിൽ കൊണ്ടുവന്ന് സ്റ്റഫ് എന്നാണ് അവർ പറയുന്നത്. അത്തരത്തിൽ വരുന്ന പണത്തിനെ ഇവിടെ കീറി മുറിച്ച് കൊടുക്കുന്ന ശക്തികളാരാണ്? അത്തരത്തിൽ ഇവിടെ വരുന്ന പണത്തിനെ ഫെറ എന്ന് പറയുന്ന നിയമത്തിൻ്റെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ടോ? അതിൻ്റെ ഏജൻസി കേന്ദ്ര സർക്കാരല്ലേ? ഫോട്ടോയും തിരിച്ചറിയൽ കാർഡും സത്യവാങ്മൂലവും അതുപോലെ അസലാധാരവും കരംതീരുവയും മുന്നാധാരവും എല്ലാം പരിശോധിച്ചിട്ട് പോലും ഭൂമാഫിയ സംഘം അഥവാ വ്യാജരേഖാ സംഘം ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രതിവിധി ആരാണ് നടത്തേണ്ടത്? ഒരു കാര്യം കൂടി ചോദിച്ചോളട്ടെ. രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇപ്പോഴും പറയുന്നത് ഇത്തരത്തിലുള്ള വ്യാജരേഖ ചമയ്ക്കുകയോ അല്ലെങ്കിൽ ആൾമാറാട്ടം നടത്തുകയോ ചെയ്താൽ പോലീസ് അന്വേഷിക്കട്ടെ, ഞങ്ങളുടെ മുമ്പിൽ എത്തുന്ന കാര്യങ്ങൾ ഉത്തമ ബോധ്യമുണ്ടോ എന്ന് തോന്നി മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ്. അതിനൊരു പരിഹാരം എന്താണ്? 2001 ഉണ്ടാക്കിയ ഒരു കേന്ദ്ര നിയമമുണ്ട്. ഈ തിരിച്ചറിയൽ കാർഡ് ബിനാമി ഭൂമി ഇടപാട് തടയുന്നതിന് വേണ്ടി 2001 കൊണ്ടുവന്ന നിയമമാണ്. കഴിഞ്ഞ 5 അല്ലെങ്കിൽ 6 കൊല്ലക്കാലം ആ നിയമം കേരളം നടപ്പാക്കിയിട്ടില്ല. അതേസമയം ഇപ്പോൾ വന്ന ഗവൺമെന്റ് ബിനാമി ഭൂമി ഇടപാട് തടയുന്നതിന് വേണ്ടി, ഭൂമാഫിയ സംഘങ്ങളുടെ ഭൂമി തട്ടിപ്പ് തടയുന്നതിന് വേണ്ടി ഫോട്ടോയും തിരിച്ചറിയൽ കാർഡും കൊണ്ടുവന്നു. മൗലികമായ ഇത്തരം കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ജമ്മു കാശ്മീർ ഒഴികെയുള്ള സംസ്ഥാനങ്ങൾ കൊടുത്തിരിക്കുന്ന പദവി അനുസരിച്ച് ഇന്ത്യൻ ഭരണഘടനയെ കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് ക്രിമിനൽ ഒഫൻസ് കൂടെ ചേർത്തുകൊണ്ട് കേന്ദ്രം തന്നെ ഇതിനകത്തൊരു നിയമം ഉണ്ടാക്കണം. അത്തരത്തിലുണ്ടാകുന്ന നിയമം കേരളത്തിനും ബാധകമാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാം. എൻ്റെ അമ്മാവിന് 45 സെന്റ് സ്ഥലം കടകംപള്ളി വില്ലേജിലുണ്ട്. ഇതിൽ 30 വർഷക്കാലമായി കരം തീർത്തും പട്ടയം പിടിച്ചും പോക്കവരവ് ചെയ്ത് കൈവശത്തിലുണ്ട്. അതിൽ 23 സെന്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ സ്ഥലത്ത് നിന്ന് ഒരു ലോൺ എടുക്കാൻ വേണ്ടി വില്ലേജ് ഓഫീസിൽ പോയപ്പോൾ അവർ പൊസഷൻ സർട്ടിഫിക്കറ്റോ ഒന്നും തരുന്നില്ല. കാരണം ചോദിച്ചപ്പോൾ വേറൊരാൾ പ്രമാണം ചെയ്ത് എടുത്തൊക്കെയാണ്.
150 വർഷത്തിന് മുമ്പുള്ള ഒറ്റിയോ എന്തോ വാങ്ങിയോ എന്നുള്ള രേഖ ചമച്ചാണ് പ്രമാണം ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ഇതിലൊരു ന്യായമായ ഒരു നിയമപ്രകാരമുള്ള രീതിയിൽ നമ്മുടെ കരംതിരുവ പട്ടയം എങ്ങനെ തരാൻ പറ്റും? സബ് രജിസ്റ്റർ ഓഫീസിൽ പോയി ഒരു 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 3 കോടി രൂപയുടെ വസ്തു വേണമെങ്കിലും പ്രമാണം ചെയ്യാമെന്നുള്ള വിഷയമാണ്. 500 രൂപ സബ് രജിസ്റ്റർ ഓഫീസറിന്. അത് കഴിഞ്ഞിട്ട് നേരെ പോക്കുവരവ് ചെയ്യാൻ നേരത്ത് വില്ലേജ് ഓഫീസറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ 200 രൂപ വില്ലേജ് ഓഫീസറിന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എത്ര ലക്ഷം രൂപ വേണമെങ്കിലും പോക്കുവരവ് ചെയ്യാമെന്നുള്ള. ഇതൊക്കെ നിയമം ഉണ്ടെന്നുള്ളതല്ലാതെ ഇതൊന്നും പ്രാബല്യത്തിൽ വരുത്താൻ ഇവിടുത്തെ ഒരു വ്യക്തികളും തയ്യാറല്ല. എനിക്കൊരു 32 സെൻറ്റ് ഉണ്ട് ഈ കടകംപള്ളി വില്ലേജിൽ. അത് പൊസഷൻ സർട്ടിഫിക്കറ്റും വേണം, സൈറ്റ് പ്ലാനും വേണം. ഇത് രണ്ടും ചെന്നപ്പോൾ അവർ തരുന്നില്ല. വില്ലേജ് ഓഫീസ് പറയാണ് വി ഹാവ് ഗോട്ട് ഇൻസ്ട്രക്ഷൻ നോട്ട് ടു ഗീവ് എനിത്തിങ്. വി ഹാവ് ഗോട്ട് ഇൻസ്ട്രക്ഷൻസ് എന്നാണ് പറയുന്നത്. ദാറ്റ് മേ ബി ഫ്രം RDO ഓർ കളക്ടർ വാട്ട് എവർ ഇറ്റ് ഈസ്. ഇവിടെ അടിസ്ഥാനപരമായി ചെയ്യേണ്ടത് വളരെ അടിയന്തരമായി ഈ വ്യാജ പ്രമാണം തടയാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായി മിനിസ്റ്റർ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഉടനെ സെല്ല് രൂപീകരിക്കണം. ഈ കടകംപള്ളി വില്ലേജിലെ 44 ഏക്കറിൻ്റെ അവകാശികളായിട്ട് 150 കുടുംബക്കാരുണ്ട്. ഈ 150 കുടുംബക്കാരെയും കോടതിയിലേക്ക് കയറ്റിവിടാതെ ഗവൺമെൻറ് തന്നെ ഇതിന് സ്വന്തമായിട്ടൊരു കേസെടുത്ത് ഞങ്ങൾക്ക് വേണ്ട സഹായം ചെയ്തു തരണമെന്ന് പറയാം. ഇപ്പോൾ ഈ ഭൂമാഫികളാണ് വസ്തുക്കളുടെ വില അവരാണ് നിയന്ത്രിക്കുന്നത്. സാധാരണക്കാരന് 1 സെൻറ്റ് ഭൂമി പോലും വാങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ? നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി, ഭൂരേഖകൾ കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല, ഭൂമിയുടെ ന്യായവില നിശ്ചയിക്കാനുള്ള നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടില്ല. ഇതൊന്നും ചെയ്യാതെ തൽക്കാലം എന്തെങ്കിലും നിയമം കൊണ്ട് മാത്രം ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുമോ? അവനവൻ്റെ സ്വത്തിന് സംരക്ഷണം ഇല്ലാത്ത ഒരു അവസ്ഥ, അത്രമാത്രം ഒരു ഭീതി സാധാരണക്കാരൻ്റെ മനസ്സിലുണ്ട്. എങ്ങനെ അടിയന്തരമായി ഈ പ്രശ്നങ്ങൾ പരിഹാരം കാണാൻ വേണ്ടി സർക്കാർ നടപടിയെടുക്കും? റവന്യൂ മന്ത്രി എന്ന നിലയിൽ വലിയ വാർത്താ പ്രാധാന്യമുള്ള ഒരു സംഭവമാണ്. മന്ത്രിയുടെ പേരിൽ തന്നെ അട്ടപ്പാടി വ്യാജരേഖ. അപ്പോൾ എത്ര ശക്തമായിട്ട് ഉണ്ടായി, നമ്മൾ ഞെട്ടിപ്പോയില്ല എല്ലാവരും. ഈ രീതിയിൽ ആരുടെയൊക്കെ പേരിൽ എന്തൊക്കെ രേഖകൾ ചമയ്ക്കുന്നുണ്ടാവും. ഇതൊക്കെ പിന്നീട് കുറേ വർഷങ്ങൾ അതിനേക്കാളും ഭീകരമായി വേറെ ഒന്നുണ്ടായി. സെക്രട്ടറിയിലെ സർവേ നമ്പർ കൊടുത്ത് ലോൺ വാങ്ങി. ഞാനത് പറയാൻ വന്നാണ്. ഇത് ചർച്ച ചെയ്തൊരു അവസരത്തിൽ സീനിയറായിട്ടുള്ള സണ്ണപ്പോലെയുള്ളൊരു ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളോട് പറഞ്ഞു, ഈ സെക്രട്ടേറിയറ്റ് നാളെ ഏതെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ പോയി ഏതെങ്കിലും, ഇവിടെയല്ല, അതൊക്കെയാണ് ഇതിനകത്ത് ചില പോരായ്മകളുണ്ടെന്ന് പറയുന്നത്. രജിസ്റ്റർ ചെയ്ത് പോയാൽ ഞെട്ടിപ്പോകേണ്ട അതിനൊക്കെയുള്ള സാധ്യതകൾ. അപ്പോൾ ഈ നിയമം ഉള്ളത് നമുക്ക് നന്നായിട്ട് നടപ്പാക്കണം. അതാണിപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞൊരു കാര്യം. പിന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചില്ല, കമ്പനി വരുന്നു ഒരു പുതിയൊരു രൂപത്തിൽ കൂടെ എങ്ങനെയൊക്കെ ഇതിൻ്റെ പഴുതുകൾ ഉണ്ടാക്കാം. ഇപ്പോൾ മറ്റു സുഹൃത്ത് ചൂണ്ടിക്കാണിച്ചു ഫോട്ടോ തന്നെ മാറ്റി. പക്ഷേ ഇതിപ്പോൾ ഫോട്ടോ ഒക്കെ വന്നതിൻ്റെ ഫലമായിട്ട് കുറച്ച് മാറ്റം ഉണ്ടായിട്ടുണ്ട്. കുറച്ചുകൂടി രജിസ്ട്രേഷൻ കാര്യത്തിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഭൂമിയുടെ ന്യായവില നടപടികളായി. ഇപ്പോൾ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റും റവന്യൂ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റും കൂടിയിട്ടുള്ള കഴിഞ്ഞൊരു 1.5 വർഷത്തിൻ്റെ അധ്വാനമാണ്. ഇപ്പോൾ അത് വരുമ്പോൾ ഭൂമിയുടെ വിലയെ സംബന്ധിച്ച് ഒരു വ്യക്തത അത് നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അത് കഴിഞ്ഞാലും ഭൂമിയുടെ വില ഇന്ന് ഞാൻ തിരുവനന്തപുരം സിറ്റിയിൽ 2 കേസിൽ അന്വേഷിച്ചപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ദൂരെ കിടക്കുന്ന സ്ഥലത്തിന് പോലും 5 ലക്ഷം 8 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ എന്താ നമ്മൾ എവിടേക്കായി പോകുന്നത്? ഈ ഏഷ്യാൻ്റെ ചർച്ച കേൾക്കുന്ന മാന്യ പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുകയാണ്, നല്ല സജഷൻസ് അനുഭവ സമ്പത്തുള്ള അയച്ചു തരിക. ഞങ്ങളിപ്പോൾ 2 തലത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലുള്ള അന്വേഷണങ്ങൾ സസ്പെൻഷൻ കാര്യങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ വളരെ കർക്കശമായിട്ട് ഇടപെടുന്ന വിധത്തിലുള്ള ഒരു ഇന്റേണൽ സംവിധാനം ഇപ്പം ഡിപ്പാർട്ട്മെന്റിൽ. തീർച്ചയായും ശ്രീ CP നായർ സർ, ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ വനസമ്പത്ത്, നമ്മുടെ കായൽ, അതേപോലെ സർക്കാരിൽ കേന്ദ്രീകൃതമായിരുന്ന ഭൂമി, ഇതൊക്കെ ഏതാണ്ട് ഒരു പകുതിയിലധികം തന്നെ നേരത്തെ തന്നെ കയ്യേറി കഴിഞ്ഞു. അതടക്കം ഏറ്റവും അവസാനം ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിക്ക് പോലും സംരക്ഷണമില്ല എന്നുള്ളൊരു അവസ്ഥ സംസ്ഥാനത്ത് സംജാതമായിരിക്കുന്നു. എങ്ങനെ അടിയന്തരമായി ഈ സാഹചര്യത്തെ നേരിടണം? 1-2 ചെറിയ നിർദ്ദേശങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പരിഗണനയ്ക്ക് വെക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചു കേന്ദ്ര നിയമമൊക്കെ ഭേദഗതി ചെയ്യണം. ഒരു നിയമവും ഭേദഗതിയുണ്ട്. റവന്യൂ സെക്രട്ടറി അല്ലെങ്കിൽ ടാക്സ് സെക്രട്ടറി ആണ് രജിസ്ട്രേഷന് ചുമതലയുള്ള സെക്രട്ടറി. ഒരു സർക്കുലർ അയച്ചാൽ മതിയെന്ന് ഞാൻ എൻ്റെ അനുഭവ സമ്പത്തിന് വിളിച്ചെടുത്ത് പറയുന്നു. പഞ്ചായത്ത് സെക്രട്ടറി ഞാൻ ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. പഞ്ചായത്ത് പ്രസിഡൻ്റാകാം, മുനിസിപ്പൽ ചെയർമാനാകാം, ഉത്തരവാദിത്തമുള്ള ഒരു ഉദ്യോഗസ്ഥൻ, സബ് രജിസ്ട്രാർക്ക് ബോധ്യം വരുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ അത് വെൻഡറും പർച്ചേസറും 2 പേരെയും ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ ഒരു ഡോക്യുമെൻ്റ് രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ എന്ന് സർക്കുലർ അയച്ചാൽ മതി. ഒരു കേന്ദ്ര നിയമം വേണ്ട. സർ, രണ്ടാമതൊരു നിർദ്ദേശം ഞങ്ങൾ തിരുവനന്തപുരത്ത് ഞാൻ 68-70 കാലത്ത് ഇവിടെ കളക്ടറായിരുന്ന കാലത്ത് വളരെ ഫലപ്രദമായി നടപ്പാക്കിയതാണ്. ഒരു പുതിയ പദ്ധതി ഗവൺമെൻറ് ആരംഭിക്കണം. നമ്മുടെ ഇൻഫോസിറ്റി പോലെ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മൾ ലാൻഡ് വാല്യൂ ഫ്രീസ് ചെയ്യുന്ന നടപടിയുണ്ട്. അത് ഏത് നിയമം അനുസരിച്ചാണ് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ശാസനം ഓർക്കുന്നുണ്ടോ അറിഞ്ഞൂടാ. അന്ന് കോവളം ഏരിയ ഡെവലപ്മെൻറ്റ് അതോറിറ്റി, വിഴിഞ്ഞം ഏരിയ ഡെവലപ്മെൻറ്റ് അതോറിറ്റി, മെഡിക്കൽ കോളേജ് ഏരിയ ഡെവലപ്മെൻറ്റ് അതോറിറ്റി 3ൻ്റെ ലാൻഡ് വാല്യൂ ഫ്രീസ് ചെയ്യുക.
അതിന് എക്സംഷൻ കൊടുക്കാനായിട്ട് കളക്ടർ ചെയർമാനായിട്ട് ചീഫ് ടൗൺ പ്ലാനർ ഒക്കെ ആയിട്ട് കമ്മിറ്റി ഉണ്ടായിരുന്നു. അതേ നിയമമാണ് എനിക്ക് അറിഞ്ഞു. അതിനുവേണ്ടി ഒരു നിയമം ഉണ്ടാക്കിയാൽ തിരക്കില്ല. ഇവിടെ പറഞ്ഞ ഈ കോർപ്പറേറ്റ് മാഫിയകളെ ഒരു വലിയ പരിധി വരെ നിയന്ത്രിക്കാൻ അതിന് സാധിക്കും. ഇത് സദയം അങ്ങ് പരിഗണിക്കണം എനിക്ക് അപേക്ഷയുണ്ട്. ശ്രീ മോഹൻ, ഏത് ഗവൺമെൻറ് ഭരിച്ചു കഴിഞ്ഞാലും സംഘടിത ശക്തികൾ, അതിപ്പോൾ രജിസ്ട്രേഷൻ ആയാലും റവന്യൂ ആയാലും ഇതിനിടയ്ക്ക് നിൽക്കുന്ന ഘടകങ്ങളായാലും പലപ്പോഴും പല പരിഷ്കാരങ്ങളും അവരുടെ സമ്മർദ്ദത്തിന് മുമ്പിൽ പരാജയപ്പെട്ടു പോകുന്നു. ഇത് ആത്യന്തികമായി സാധാരണക്കാരന് നീതി കിട്ടാത്ത അവസ്ഥയുമുണ്ട്. എങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയും? ഇതിപ്പോൾ എന്തെല്ലാം നമ്മൾ പറഞ്ഞാലും രേഖകൾ നമുക്ക് വളരെ ആവശ്യമാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. ഇപ്പോൾ കർണാടകത്തിലൊരു സിസ്റ്റം വന്നിട്ട് അത് പത്രത്തിൽ വന്നല്ലോ. ഈ നമ്മുടെ ATM പോലെ കിയോസ്ക് ഉണ്ട്. അപ്പോൾ അവിടെ പോയി നോക്കിയാൽ ഈ ലാൻഡിനെ സംബന്ധിച്ച് വിവരങ്ങൾ അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ ഇത് സെറ്റിൽമെൻറ്റ് രജിസ്റ്ററൊക്കെ പരിശോധിച്ചിട്ട് വേണം രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇവർക്ക് പ്ലാനും സ്കെച്ചും കൊടുക്കണമെങ്കിൽ റീസർവേ പൂർത്തിയാവണം. ഞാൻ പറയുന്നത് മന്ത്രിക്ക് ഇവിടെ ഒരു ഉറപ്പ് പറയാൻ പറ്റുമോ? ഏത് ഗവൺമെൻറ് വന്നാലുണ്ട് ഭയങ്കര സ്ഥാപന താല്പര്യങ്ങൾ അതിനകത്തുണ്ടത്, ചെറിയ കാര്യമല്ല. ഈ റീസർവേ ഇവിടെ ഇങ്ങനെ നടക്കാതെ നീണ്ട് പോകുന്നതിന് കാരണം അതിൻ്റെ പിന്നിൽ അഴിമതിയുണ്ട്, സ്ഥാപിത താല്പര്യങ്ങളുണ്ട്. ഇപ്പോൾ പൊളിച്ച് പറയാൻ രാഷ്ട്രീയക്കാരായ ഞങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടുണ്ട്. കാരണം ജനങ്ങൾ തന്നെ വിശ്വസിക്കുന്ന രാഷ്ട്രീയക്കാർക്കും പങ്കുണ്ടെന്ന് ഉണ്ടായിരിക്കാം. പക്ഷേ കടുത്ത നടപടികൾ എടുക്കാതെ ഇത് അവസാനിക്കാൻ പോകുന്നില്ല. ഈ കുറ്റം ചെയ്യുന്ന ആളുകളെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് റവന്യൂ മന്ത്രി തന്നെ ഹോം മിനിസ്റ്ററുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഓർഡർ കൊടുക്കണം. ഓൺ ദ സ്പോട്ട് ഇവരെ അറസ്റ്റ് ചെയ്ത് ഇവരെ ജയിലിൽ അടയ്ക്കണം. അതിനുള്ള വ്യവസ്ഥകൾ കണ്ടുപിടിക്കണം. തീർച്ചയായും ഒരു കാര്യം ഉറപ്പാണ്. എന്തായാലും സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ സ്വത്തിന് സംരക്ഷണമില്ലാത്ത അവസ്ഥ തീർച്ചയായും ഭീതിജനകം തന്നെയാണ്. ഇതിന് പരിഹാരമുണ്ടായേ കഴിയൂ. ഇപ്പോൾ സാങ്കേതിക വിദ്യയുടെ ഒരു അഭാവവുമില്ല, ഇച്ഛാശക്തി മാത്രമാണ് ഇതിൽ പ്രധാനം. മാത്രവുമല്ല, ഒരു സമവായം അനിവാര്യമാണ്. ഇതിന് തടസ്സം നിൽക്കുന്നവരെ എല്ലാവരെയും മാഫിയകളുടെ താല്പര്യം മാത്രമായി ഒഴിച്ചു നിർത്താനുള്ള ഇച്ഛാശക്തി ഗവൺമെൻറ് കാണിക്കും എന്ന് തന്നെ നമുക്ക് കരുതാം. അത്തരത്തിലൊരു കൂട്ടായ്മ ഉണ്ടാകട്ടെ എന്ന് മാത്രം നേർക്കർ നിർദ്ദേശിക്കുന്നു. നേർക്കർ അവസാനിക്കുന്നു. അടുത്തയാഴ്ച മറ്റൊരു വിഷയമായി വീണ്ടും. നമസ്കാരം.